ആവി പിടിക്കുന്നതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൻ്റെ മോശപ്പെട്ട വശങ്ങളെക്കുറിച്ചിട്ട് കാര്യമായിട്ട് ആർക്കും അറിയില്ല. അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ കവിത വാര്യർ. ആവി പിടിക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്കാണെങ്കിൽ അവരുടെ മുന്നിൽ നല്ല കട്ടിയുള്ളൊരു പുതപ്പോ തലയണയോ വെക്കുക. എന്നിട്ട് ആവി പിടിക്കുന്ന സമയത്ത് എപ്പോഴും അവരുടെ കൂടെ നിൽക്കുക. അവർക്ക് അറിയില്ല എത്ര നേരം പിടിക്കണം, എത്ര നേരം ഉണ്ടാവണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും, ശ്വാസം പിടിക്കാനുള്ളതുണ്ടാവും, ചൂട് ഇതിങ്ങനെ പോകുമ്പോൾ അവർക്കൊരു പ്രയാസമുണ്ടാവും. അവരുടെ കൂടെ തന്നെ അവിടെ നിൽക്കുക. അതേമാതിരി തന്നെ ആവി പിടിക്കുമ്പോൾ എപ്പോഴും 2 മുതൽ 5 മിനിറ്റ് വരെ മാക്സിമം ആവി പിടിച്ചാൽ മതി. കുട്ടികൾക്കാണെങ്കിൽ അത്രയ്ക്കൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് വലിയവർക്കാണെങ്കിൽ 2 മുതൽ 5 മിനിറ്റ് വരെ ഇതാണ് മാക്സിമം. അതിൽ കൂടുതൽ 10 മിനിറ്റും 15 മിനിറ്റും ആവി പിടിക്കേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, പിന്നെ ചിലവരൊക്കെ 10 പ്രാവശ്യം 8 പ്രാവശ്യമൊക്കെ ഒരു ദിവസം ആവി പിടിക്കുന്നുണ്ട്. അതിൻ്റെയും ആവശ്യമില്ല. മാക്സിമം 2 ടൈംസ്, രാവിലെ ഒരു പ്രാവശ്യം, വൈകുന്നേരം ഒരു പ്രാവശ്യം. അതേമാതിരി തന്നെ ആവി പിടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പലരും പല മരുന്നുകൾ ഇടുന്നുണ്ട്. ചിലർ ഈ എന്താ പറയുക ആക്സ് ഓയിൽ ഇടുന്നുണ്ട്, ചിലർ വിക്സ് ഇടുന്നുണ്ട്, ടൈഗർ ബാം ഇടുന്നുണ്ട്. ഇങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കുക. ആവി പിടിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് വെറുതെ സാധാരണ വെള്ളം വെച്ചിട്ട് ആവി പിടിച്ചാൽ മതി. എന്തായാലും അത് വാട്ടർ ബോയിൽ ചെയ്തതിന് ശേഷമാണ് അത് ആവിയായിട്ട് വരുന്നത്. അപ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലും ഒരു ബാക്ടീരിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചത്തുപോയിട്ടുണ്ടാവും. സോ നോർമൽ സാധാരണ രീതിയിൽ ആവി പിടിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിർബന്ധമാണ് എന്തെങ്കിലും ആഡ് ചെയ്യണം, തുളസിയോ അങ്ങനെ എന്തെങ്കിലും ഹെർബൽ തിങ്സ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇത് ചെയ്യുക. കാരണം ചില സിറ്റുവേഷനിൽ ആവി പിടിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ ആയുർവേദ ഡോക്ടർമാർ പലരും പറയാറുണ്ട് ആവി പിടിക്കേ വേണ്ട. ചിലർ പറയും ആവി പിടിച്ചേ പറ്റുള്ളൂ. ആവി പിടിക്കണ്ട എന്നെന്തുകൊണ്ടാണ് പറയുന്നത്? ആവി പിടിക്കുമ്പോൾ അതിൻ്റെ ചൂട് കാറ്റ് ഉള്ളിലേക്ക് ഇങ്ങനെ ചൂട് ഉള്ളിലേക്ക് പോവാണ്. അപ്പോൾ അത് ചൂടുള്ളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ലങ്സിൻ്റെ ആ ഒരു ട്യൂബ്സ് ഉണ്ടല്ലോ, ആ ട്യൂബിന് അത് ഭയങ്കരമായിട്ട് ബാധിക്കും. നമ്മുടെ മൂക്കിൽ രോമങ്ങളുണ്ട് അല്ല, ഹെയർസ് ഉണ്ട്. അപ്പോൾ ഈ ഹെയർസ് എന്തിനുള്ളതാണ്? ഉള്ളിലേക്ക് ഡസ്റ്റോ പൊല്യൂട്ടൻസ് എന്തെങ്കിലും പോകുമ്പോൾ അതിനെ തടയാനാണ് ഈ ഹെയർസ്. പക്ഷെ ആവി ഭയങ്കരമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഹെയർസൊക്കെ കരിഞ്ഞു പോകും, അല്ലെങ്കിൽ ഇല്ലാതെയാവും കുറേശ്ശെ. അങ്ങനെയാവുമ്പോൾ എന്തുണ്ടാവും? നമ്മൾ എന്താണോ ശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഡസ്റ്റോ പൊല്യൂട്ടൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ പോകും ലങ്സിലേക്ക്. അത് നമ്മുടെ ലങ്സിന് നല്ലതല്ല. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചൂട് പോകുമ്പോൾ നമ്മുടെ ലങ്സിൻ്റെ ആ ട്യൂബിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ കുറേശ്ശെ ആ ട്യൂബ് ഇങ്ങനെ കൺസ്ട്രിക്റ്റ് ആവും. അങ്ങനെ വന്ന് അവസാനം നമുക്ക് ബ്രോങ്കോസ്പാസം വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഈ ചിത്രത്തിൽ കാണുന്ന മാതിരി അത് കണ്ടില്ല, അതിങ്ങനെ കൺസ്ട്രിക്റ്റായി മാറും. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുകൾ വരും. പിന്നെ ചിലവർ പറയും നമ്മുടെ ഈ ചൂട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലങ്സിന് ഇൻഹേലും എക്സേലും ഭയങ്കരമായിട്ട് പ്രയാസം ഉണ്ടാക്കും. അതുകൊണ്ടാണ് ചില ഡോക്ടർമാർ പറയുന്നത് എന്താണോ നിങ്ങളുടെ അസുഖം അതനുസരിച്ചിട്ടാണ് അവർ പറയുക ആവി പിടിക്കണോ വേണ്ടയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മളിത് എടുത്ത് തന്നെ ചോദിക്കണം ഡോക്ടറോട്, ഈ അവസ്ഥയിൽ ഞാൻ ആവി പിടിക്കണോ അതോ വേണ്ടയോ. അതേമാതിരി തന്നെ പലരും ഒരുപാട് മെഡിസിൻസ് അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഫാർമസിയിൽ പോയി ചോദിക്കും, അതനുസരിച്ച് അവർ പറയും ഈ മെഡിസിൻ നല്ലതാണ്, എന്നിട്ട് അതനുസരിച്ച് നമ്മൾ ചെയ്യും. ചിലപ്പോൾ ആവി പിടിക്കുന്ന സമയത്ത് നെബുലൈസ് ചെയ്യുന്ന സമയത്ത് ആവി പിടിക്കും. ഇങ്ങനെയുള്ള പല അബദ്ധങ്ങളും നമ്മൾ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കുക. അതേമാതിരി തന്നെ ഈ ഭയങ്കരമായിട്ട് ഹ്യൂമിഡിറ്റി നമ്മുടെ ഇതിലേക്ക് പോയാലും അത് പ്രശ്നമാണ്. അപ്പോൾ ചൂട് നമ്മുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ സർക്കുലേഷൻ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. ബ്ലഡ് സർക്കുലേഷൻ ചിലപ്പോൾ കുറയും. ഇങ്ങനെയുള്ള പല സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് ആവി പിടിക്കുമ്പോൾ വളരെയധികം കെയർഫുൾ ആവണം എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആവി പിടിക്കുമ്പോൾ ചുറ്റുവട്ടത്ത് ആരും മാക്സിമം ഈ പറഞ്ഞ ഇപ്പോൾ കുട്ടികളാണെങ്കിലും ചിലപ്പോൾ നമ്മൾ ആവി പിടിക്കുമ്പോൾ കുട്ടികളൊന്ന് വയറൊന്ന് ഊരി പിടിച്ചു, അല്ലെങ്കിൽ അത് വലിച്ചു പിടിച്ചു. ഇങ്ങനെയൊക്കെ പല അപകടങ്ങളും കുറേ പ്രാവശ്യം നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതും നിങ്ങൾ ഒഴിവാക്കണം. കുട്ടികൾക്ക് ആവി പിടിക്കുമ്പോൾ ബി വെരി കെയർഫുൾ. ഒരു 10 വട്ടം നമ്മൾ ചുറ്റുവട്ടത്തൊക്കെ നോക്കണം, എന്തെങ്കിലും ഉണ്ടോ, ആരെങ്കിലും അടുത്തേക്ക് വരുന്നുണ്ടോ, ആ വയറ് എക്സ്റ്റൻഷൻ വയറൊക്കെ ആണെങ്കിൽ തട്ടി തടഞ്ഞ് വീഴുവോ. അതേമാതിരി മെഷീൻ വെച്ചിട്ട് ആവി പിടിക്കുമ്പോൾ അതെന്താണെങ്കിലും, മെഷീൻ ആണെങ്കിലും സാധാരണ പാത്രമാണെങ്കിലും അത് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ മേത്ത് വീഴാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം.